കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഇന്നുണ്ടാകും. ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കും. ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ഹൈബി ഈഡൻ എംപി നോട്ടീസ് നൽകി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് രാജ്യവ്യാപകമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവം രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് മലയാളി കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർ അറസ്റ്റിലാകുന്നത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വിവിധ തലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഇതിനെതിരെ കടുത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഈ വിഷയത്തിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമാവുകയാണ്. ഇന്ന് പാർലമെന്റിലും വിഷയം ഉയരും എന്ന് ഉറപ്പായിരിക്കുന്നു. പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ അംഗങ്ങൾ, അത് UDF LDF അംഗങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും ഈ പ്രതിഷേധം നടക്കുക. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വിഷയം ഉന്നയിച്ച് കത്തയച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള കടന്നുകയറ്റത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകണം എന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നത്. കൂടാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP-യും കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ ഹൈബി ഈഡൻ MP-യും രാജ്യസഭയിൽ AA റഹീം MP-യും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 267 അനുസരിച്ചുള്ള നോട്ടീസാണ് രാജ്യസഭയിൽ AA റഹീം MP നൽകിയിരിക്കുന്നത്. മറ്റ് MP-മാരും സമാനമായ നോട്ടീസുകൾ ചർച്ച ആവശ്യപ്പെട്ട് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വിഷയം അതുകൊണ്ട് തന്നെ പാർലമെന്റിനും പുറത്തും പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും വിവിധ ക്രൈസ്തവ സംഘടനകൾ, ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിലും പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം എന്നുള്ളത് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞു വെക്കുമ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾ എന്നുള്ളത് ഈ നിർബന്ധിത മതം മാറ്റം, ഒപ്പം തന്നെ മനുഷ്യക്കടത്ത് എന്നിവയായിരുന്നു. എന്നാൽ ഇവരോടൊപ്പം ആശുപത്രിയിൽ ജോലിക്കായി പോകാനെത്തിയ നാരായൺപൂർ സ്വദേശികളായ 3 യുവതികളും തങ്ങൾ നിലവിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്ന് കാണിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ്. അതേസമയം ഈ പെൺകുട്ടികൾ, ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരെ തടഞ്ഞു വെക്കുന്ന ഘട്ടത്തിൽ തന്നെ തങ്ങൾ മാതാപിതാക്കളുടെ സമ്മതമനുസരിച്ച് ജോലിക്കായി, ഒരു ആശുപത്രിയിൽ ജോലിക്കായി ഈ കന്യാസ്ത്രീകളോടൊപ്പം പോവുകയാണ് എന്ന് അറിയിച്ചിരുന്നു. ഇതിൻ്റെ രേഖകൾ പ്രധാനമായും ഇവരുടെ മാതാപിതാക്കൾ നൽകിയ സമ്മതപത്രം, ഒപ്പം തന്നെ ഇവരുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നു. കൂടാതെ പോലീസ് ഇവരുടെ മാതാപിതാക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ഗ്രാമമുഖ്യനുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. അത്തരം സ്ഥിരീകരണം ഉണ്ടായിട്ട് പോലും ഈ 2 കന്യാസ്ത്രീകൾക്കുമെതിരെ കേസെടുക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഇത് പ്രാദേശികമായി ഈ തീവ്ര ഹിന്ദു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമാണ് എന്നാണ് പ്രചരണം. എന്തായാലും വിഷയത്തിൽ ഇന്ന് ഇവർക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. SKN ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.